ഇപ്പൊ വിനോദേട്ടൻ എത്രയൊക്കെ സിനിമ ചെയ്താലും നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം പിടിച്ചൊരു സംഭവം, ഒരു വേഷം അല്ലെങ്കിൽ ഒരു ഇതാണ് MIT മൂസ അല്ലെങ്കിൽ പ്രോഗ്രാം അല്ലെങ്കിൽ MIT മൂസിലെ ക്യാരക്ടർ. അപ്പൊ അതിന്റെ ഒരു വിശേഷം എന്ന് പറയാമോ? MIT മൂസ എൻ്റെ കലാജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു നാഴികക്കല്ലാണ്, ഒരു പൊൻതൂവലാണെന്ന് പറയാം. കാരണം ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 8 വർഷമായി. ഇപ്പോഴും 8 വർഷമായിട്ടും ഇന്നും ജനങ്ങൾ എന്നെ വിളിക്കുന്നത് മൂസക്കാണ്. എവിടെ പോയാലും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതാ ഈ വയനാട്ടിൽ ദുരന്തം നടന്നില്ലേ, അവിടേക്ക് എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സ്കൂൾ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷനിലാണ്, കുട്ടികളൊക്കെ ഭയങ്കര പരിഭ്രാന്തിയിലാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ചീറപ്പാക്കാൻ, കുട്ടികൾക്ക് പ്രിയങ്കരനായ ഒരാളെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ വിചാരിച്ചപ്പം എല്ലാവരും പറഞ്ഞു മൂസക്കായെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ എന്നെ വിളിച്ചു, ഒന്ന് വന്ന് അപ്പം ഞാൻ പോകുന്നുണ്ട് അങ്ങോട്ട്. അപ്പം നിങ്ങൾ പാത്തൂനെയും കൂടി കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അടുത്ത ദിവസം ഇപ്പോൾ അവിടെ പോകുന്നുണ്ട്. അപ്പം അത് സത്യത്തിൽ ഇനി അങ്ങനെ ഒരു സംഭവം വരാൻ സാധ്യതയില്ല. അല്ല, അതിൻ്റെ ഒരു തുടർഭാഗം വരണമെന്ന് ആളുകൾ, പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇനി അത് നടക്കില്ല. കാരണം സുരഭിയൊക്കെ പിടുത്തം വിട്ടുപോയി, ദേശീയ അംഗീകാരമൊക്കെ നേടി. അവളിപ്പോൾ വലിയ വലിയ സിനിമകളിൽ ഇപ്പോൾ ടോവിനോടെ നായികയായിട്ടൊക്കെ വരാൻ പോവാണ്. അജയൻ്റെ 2ാം മോഷണം. ഇനി അവിടെ ഒരു സീരിയലിലേക്ക് ഇറങ്ങി വരാൻ സാധ്യത കുറവാണ്. അപ്പം എന്നോട് പ്രൊഡ്യൂസർ ചോദിച്ചു, നമുക്ക് പാത്തുവിനെ മാറ്റി കാസ്റ്റ് ചെയ്താലോ? അപ്പം അത് നടക്കില്ല എന്ന് ഞാനും പറഞ്ഞു. അപ്പം അത് നല്ല സമയത്താണ് നിന്നത്. ഒരു 350 എപ്പിസോഡ് ആയപ്പോഴാണ് നിന്നത്. പക്ഷേ ഇപ്പോഴും ആളുകൾ അതിൻ്റെ എപ്പിസോഡുകൾ യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണുന്നു. ഗൾഫിലൊരു ചാനൽ ഇപ്പോൾ ആദ്യം മുതലേ അത് പ്രക്ഷേപണം തുടങ്ങിയിട്ടുണ്ട് അവിടെ, ഗൾഫിലെ മലയാളിക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭയങ്കര അത്ഭുതങ്ങൾ. കാരണം മലയാളത്തിൽ ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്താൽ ആളുകൾ കാണും തീർച്ചയായിട്ടും. കാരണം പിന്നെ ആ ഒരു പ്രോഗ്രാം കാരണം ഞങ്ങൾക്കുണ്ടായ ഭാഗ്യം, ഞാനും സുരഭിയും പോവാത്ത നാടുകളില്ല. ഗൾഫ് കൺട്രീസ് മുഴുവൻ ഞങ്ങൾ പോയി. അതിന് പുറമെ അമേരിക്ക, ഓസ്ട്രേലിയ, ലണ്ടൻ, എല്ലായിടത്തും കറങ്ങാനുള്ളൊരു ഭാഗ്യമാണ്. എവിടെ മലയാളികളുണ്ടോ അവർക്കൊക്കെ പ്രിയങ്കരമാണ് ഈ 2 കഥാപാത്രങ്ങൾ. അതുപോലെ മറുമായത്തിലെ ക്യാരക്ടർ, മറുവായം 14 വർഷമായിട്ട് മറുമായത്തിലെ സിനിമ ചെയ്തു. ഇപ്പോൾ ആ സിനിമ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മറുമായത്തിൽ മൊയ്തുമായിട്ട് ഇപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 14 വർഷമായി. ഈ 2 പ്രോഗ്രാമാണ് ശരിക്കും എന്നെ പോപ്പുലർ ആക്കിയത്. ജനങ്ങളുടെ ഇടയിലൊരു എവിടെ പോയാലും നമ്മളെ തിരിച്ചറിയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയത് അതാണ്. പിന്നെ ഒപ്പം ഇങ്ങനെ കുറേ സിനിമകളും വരുന്നു. വലിയ ഭാഗ്യമായിട്ട് കാണും.